നമസ്കാരം, ഞാൻ ജുബിൻ ജേക്കബ്. റോഡീസ് ഗാരേജിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോട്ടോർ സൈക്കിളിലൊന്ന്, അതിനേക്കാളുപരി ഒരു 7-8 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന 1000 cc മേൽ ശേഷിയുള്ള ഒരു മോട്ടോർ സൈക്കിൾ. അതേതാണെന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഏറ്റവും പുതിയ വകഭേദമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. പരിചയപ്പെടാം. BMW R1250 GS. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്താണ് ഞാൻ എൻ്റെ സുഹൃത്തായ നഹാസ് ഒമർ എന്ന നമ്മുടെ ഒരു ബിഗ് ബ്രദറുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ 2011 മോഡൽ 1200 GSലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു BMW മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് റൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണിത്, 1250 GS എന്ന് പറയുന്നത്. ഇതിൻ്റെ ലുക്സിൽ ഇതിൻ്റെ കോസ്മെറ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. BMWൻ്റെ ഡിസൈൻ ലാംഗ്വേജാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അസിമെട്രിക്കൽ ഡിസൈനാണ് BMW അവരുടെ ബൈക്സിൽ ഫോളോ ചെയ്യാറുള്ളത്. കാരണം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, സാധാരണ ബൈക്കുകളിൽ 2 ഹെഡ്ലൈറ്റ് ഒരുപോലെ വരിക, അങ്ങനെയുള്ള ഒരു സിമെട്രിക് വേ എല്ലാവരും ഫോളോ ചെയ്യുമ്പോൾ, ഇതിൽ ഒരു സൈഡിൽ ഒരു ടൈപ്പ്, മറ്റേ സൈഡിൽ വേറൊരു ടൈപ്പ്, ഒരു സർക്കുലർ റെക്റ്റാങ്കുലർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. അതതിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഇത് ഏതാനും വർഷങ്ങളായിട്ട് BMW അനുവർത്തിച്ച് പോരുന്ന ഒരു ഡിസൈൻ രീതിയാണ്. അപ്പോൾ ആ ഒരു രീതി മാറ്റാതെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ബീക്കും ഒക്കെ പരിഷ്കരിച്ച് വന്നിട്ടുണ്ട്. ഇത് പണ്ടുണ്ടായിരുന്ന ആ മോഡലിൻ്റെ ഒരു പരിഷ്കൃത രൂപം എന്ന് പറയാവുന്ന രീതിയാണ്. അതുപോലെ തന്നെ വലിയ ഫ്ലൈ സ്ക്രീനും നക്കിൾ ഗാർഡ്സും ഒക്കെ വെച്ചിട്ട് ഒരു ടിപ്പിക്കൽ അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിളിൻ്റെ എല്ലാ ഭാവഹാവാദികളും കൂടിയ ഒരു മോട്ടോർ സൈക്കിളാണ് BMW R1250 GS. ഇനി ഇതിൻ്റെ വശങ്ങളിലെ കാഴ്ചയിലേക്ക്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വീൽ തുടങ്ങിയ കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഈ വീലിൻ്റെ സെറ്റപ്പ് കണ്ടാൽ അറിയാം, സ്പോക്ക് വീലുകളാണ്, എന്നാൽ ട്യൂബ്ലെസ് ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെ സ്പോക്സിൻ്റെ മൗണ്ട് വന്നിട്ടുള്ളത് ഈ വീലിൻ്റെ പെരിമീറ്ററിലാണ്. ഡ്യുവൽ ഡിസ്ക്. അതുപോലെ തന്നെ ഈ സസ്പെൻഷൻ്റെ സെറ്റപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം, ടെലി ലിവർ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ 2 ഫോർക്സും മൗണ്ട് ചെയ്തിരിക്കുന്നത് ഫ്രെയിമിൽ ഉറപ്പിച്ചിട്ടുള്ള മറ്റൊരു സ്വിംഗ് ആമിലേക്കാണ്. അതിന് ഒരു വലിയ സ്പ്രിങ്ങും അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രീലോഡഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. വശങ്ങളിലേക്ക് വരുമ്പം സ്റ്റൈലിംഗ് എലമെൻറ്റ്സ് പലതുണ്ട്. എയർ സ്കൂപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇതിനെ വേറിട്ട് നിർത്തുന്നത് ഇതിൻ്റെ എൻജിൻ സെറ്റപ്പാണ്. നമുക്കറിയാം, ലോകത്ത് ഇന്ന് ഫ്ലാറ്റ് ട്വിൻ എൻജിൻസ് ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ BMW എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം മറ്റ് നിർമ്മാതാക്കൾ അങ്ങനെ ആരും ഇങ്ങനെ ഉപയോഗിക്കാത്ത ഒരു ടെക്നോളജിയാണ് ഈ ഫ്ലാറ്റ് ട്വിൻ എൻജിൻസ്. അതേപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയാം. 1905 ആദ്യമായിട്ട് മോട്ടോർ സൈക്കിൾസിൽ ഫ്ലാറ്റ് ട്വിൻ, അതായത് ഇങ്ങനെയുള്ള ബോക്സർ എൻജിൻ ആദ്യമായിട്ട് വരുന്നത്. BMWൻ്റെ R32 എന്ന മോഡലിലാണ് ആദ്യമായിട്ട് അവർ ഫ്ലാറ്റ് ട്വിൻ എൻജിൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, 2 വശത്തേക്കാണ് ഇതിൻ്റെ സിലിണ്ടേഴ്സ് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ 2 വശത്തെയും സിലിണ്ടേഴ്സിന് ഒരേപോലെ തന്നെ കൂളിംഗ് നടക്കും. പണ്ട് ഈ ഫ്ലാറ്റ് ട്വിൻ എൻജിൻസ് യൂസ് ചെയ്തിട്ടുള്ള ഡഗ്ലസ് പോലുള്ള ചില മോട്ടോർ സൈക്കിളിലൊക്കെ അവർ ഇത് ട്രാൻസ്വേഴ്സിലാണ് മൗണ്ട് ചെയ്യുന്നത്. അതായത് ഒരു സിലിണ്ടർ ഇങ്ങോട്ടും ഒരെണ്ണം ഫ്രണ്ടിലേക്കും വരും. അപ്പോൾ ഫ്രണ്ടിലുള്ള സിലിണ്ടറിന് കൂളിംഗ് നന്നായിട്ട് നടക്കും, പിറകിലുള്ളത് അത്ര കൂളിംഗ് കിട്ടില്ല. ആ ഒരു രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് BMW തന്നെ 2ാം ലോകമഹായുദ്ധകാലത്ത് ഇറക്കിയ R71 എന്നുള്ള മോട്ടോർ സൈക്കിളിനെ കോപ്പി ചെയ്തിട്ടാണ് റഷ്യയിലെ ഉറാൽ പോലുള്ള മോട്ടോർ സൈക്കിളുകൾ ഇറങ്ങിയത്. അവരും ഈ ഒരു ഫ്ലാറ്റ് ട്വിൻ ലോഞ്ചിറ്റ്യൂഡിനലി മൗണ്ട് ചെയ്തേക്കുന്ന ആ ഒരു കോൺഫിഗറേഷനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻ വരുന്നത്
എങ്ങനെയാണെന്ന് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത്. ഇവിടെ നിന്ന് ഈ മെയിൻ ഷാഫ്റ്റ് നേരെ പിന്നിലേക്ക് വരുന്നത്. ഈ ഒരു കേസിങ്ങിനുള്ളിലൂടെയാണ് വരുന്നത്. ഇത് ഇതിൻ്റെ സ്വിങ്ങാമായിട്ടും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. അതിവിടെ വന്നിട്ട് ഒരു ബെവൽ ഗിയർ വെച്ചിട്ടാണ് ഈ വീലിലേക്ക് ട്രാക്ഷൻ എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഡ്രൈവ് ട്രെയിനിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് ഓടിക്കുന്നത് BMW ഫ്ലാറ്റ് ട്വിൻ എഞ്ചിനുള്ള മോട്ടോർ സൈക്കിളുകൾ ഓടിക്കുന്ന ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് ഓടിച്ച് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈലിങ്ങിനെ പറ്റി പറഞ്ഞു വന്നപ്പോൾ നമ്മൾ എഞ്ചിനിലേക്ക് കാട് കയറി അങ്ങ് പോയി. ഇതിൻ്റെ സ്റ്റൈലിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വലിയ ഒരു ഫ്യൂൽ ടാങ്ക് ഏരിയയും അതുപോലെ തന്നെ ഇതിനുള്ളിലാണ് നമ്മുടെ കൂളിംഗ് സിസ്റ്റമൊക്കെ വരുന്നത്. പിന്നെ ഫ്രെയിം വർക്ക് നമുക്കിവിടെ ഏകദേശം റിവീൽഡാണ്. ഒരു ട്രെല്ലിസ് ടൈപ്പ് ഓഫ് ഫ്രെയിമാണ് വരുന്നത്. അതുപോലെ ഫുഡ് പാക്സ് കണ്ടാലറിയാം, സ്പൈക്ഡ് ആയിട്ടുള്ള ഫുഡ് പാക്സ്, ബ്രേക്ക് പെഡൽ അതുപോലെ തന്നെ. പിന്നെ വലിയൊരു ട്വിൻ കാനിസ്റ്റർ എക്സോസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇത് സ്റ്റോക്കാണ്. പിന്നെ ദൂരയാത്രകളെ ഉദ്ദേശിച്ച ഒരു വലിയ ലഗേജ് റാക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാനിയർ മൗണ്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിൽ പാനിയറൊക്കെ മൗണ്ട് ചെയ്ത് ഈ വണ്ടി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവൻ ഞെട്ടിപ്പോവും. കാരണം അത്രയ്ക്ക് ഭീകരമായ ഒരു റോഡ് പ്രസൻസാണ് ഈ വാഹനത്തിനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാക്കി ഇൻസ്ട്രുമെൻറ്റേഷനും കൺസോളും ഒക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമില്ലേ? കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ വരുന്നത്. നമുക്ക് ഒന്ന് പവർ ഓൺ ചെയ്യാം. ഒരു വലിയ TFT സ്ക്രീനാണ് വരുന്നത്. അതിൻ്റെ കുറേ കൺട്രോൾസ് ഇവിടെ ഉണ്ട്. ഇതാ ഇവിടെ മെനു, അവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു നാവിഗേഷൻ വീലുണ്ട്. ഇത് BMW ഒരു തനതായിട്ടുള്ള കൺട്രോൾ സിസ്റ്റമാണ്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ. ഈ സൈഡിലാണെങ്കിൽ നമുക്കിതിൻ്റെ ഹാൻഡിലിൻ്റെ ഹീറ്റഡ് ഗ്രിപ്സാണിത്. അതുപോലെ തന്നെ റൈഡ് മോഡ്സ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ റോഡാണ് കിടക്കുന്നത്. ഡൈനമിക് പ്രോ, എൻഡ്യൂറോ പ്രോ, റെയിൻ, ഇങ്ങനെയാണ് ഇതിൻ്റെ റൈഡ് മോഡ്സ് വരുന്നത്. അങ്ങനെ 4 റൈഡ് മോഡ്സ് ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രോൾ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് ഇതിലുള്ളത്. ഇതിൽ വാഹനത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള വിവരങ്ങളും ഈ കൺസോളിൽ വരുന്നുണ്ട്. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിക്കാം. നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾക്കാം. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ടല്ലോ, വളരെ സ്മൂത്തായിട്ടുള്ള വളരെ ഈവനായിട്ടുള്ള ഫയറിംഗ് ആണ്. കാരണം നമ്മൾ പുതിയ പല വാഹനങ്ങളിൽ ഇപ്പം ട്വിൻ എൻജിൻസ് വരുന്നുണ്ട്, പാരലൽ ട്വിൻ, വി ട്വിൻ, അങ്ങനെ ഒരുപാട് കോൺഫിഗറേഷൻ വരുന്നുണ്ട്. പാരലൽ ട്വിനിൽ തന്നെ പല ഫയറിംഗ് ഓർഡർ വരുന്നുണ്ട്. അതായത് 360 ഡിഗ്രിയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ളൊരു പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പലരും 270 ഡിഗ്രിയുള്ള ഫയറിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു എഞ്ചിനിൽ ഈവൻ ഫയറിങ്ങേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ കിടപ്പ് അങ്ങനെയാണ്. ആ 2 സിലിണ്ടേഴ്സും ഒരേ രീതിയിൽ സ്മൂത്തായിട്ട് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു 360 ഡിഗ്രി ഫയറിങ് തന്നെ വേണം. അതുകൊണ്ടാണ് ഇത്ര സ്മൂത്തായിട്ട് ഈ എൻജിൻ ഫയർ ചെയ്യുന്നത്. ഇതിൻ്റെ റൈഡിങ്ങിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് മനസ്സിലാകുന്നത്. വളരെ ഈവനായിട്ടുള്ള ഫയറിങ്, വളരെ സീംലെസ് ആയിട്ടുള്ള ആ ഒരു
റൈഡിങ് അനുഭവമാണ് ഇതിലുണ്ടാവുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒത്തിരി പറഞ്ഞാലും ബോറായിപ്പോവും. ഇതൊന്ന് റൈഡ് ചെയ്ത് നോക്കാം, നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റൈഡിങ് അനുഭവം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നെക്ക് ക്യാപ്പൊക്കെയാണ് ബാലക്ലാവയ്ക്ക് വരെ ഉപയോഗിക്കുന്നത്. കാരണം ഒരെണ്ണം ഉണ്ടായിരുന്നത് വീട്ടിലൊരു നായിൻ്റെ മോനുണ്ട്, അവൻ കടിച്ചു പറിച്ച് കളഞ്ഞു. എൻ്റെ മോനെ, അറിയാതെ വന്നൊരു വീഡിയോ ആണ്. ഇവൻ പഴയ 1200 GS അല്ല കേട്ടോ, അതൊക്കെ മേലെയാണ്. 1170 cc ആയിരുന്നു ആദ്യത്തെ 1200 GS എന്ന് പറഞ്ഞ മോഡൽ. ഇപ്പോൾ ഇത് 1254 cc ആണ്. അതിൻ്റെ കൂടെ BMW ഷിഫ്റ്റ് ക്യാം എന്ന് പറയുന്ന ടെക്നോളജിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വേരിയബിൾ വാൽവ് ടൈമിംഗ് ടെക്നോളജിയാണ്, വാൽവ് ഓവർലാപ്പൊക്കെ കുറച്ച്. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള പവർ കിട്ടുന്ന രീതിയിലുള്ള ഒരു വാൽവ് സെറ്റപ്പാണ് BMW ഷിഫ്റ്റ് ക്യാം ടെക്നോളജി എന്ന് പറയുന്നത്. ആ ഒരു സാങ്കേതിക വിദ്യയും കൂടെ ഇങ്ങനെ ഒരു ADV മോട്ടോർ സൈക്കിളിൽ ഇണക്കി ചേർത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം വാഹനങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ കരുത്ത് ഏറ്റവും അധികം ആവശ്യം വരിക. കാരണം ഏറ്റവും ദുർഘടമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകേണ്ട മോട്ടോർ സൈക്കിളാണ്, ഇതിനാണ് ഏറ്റവും അധികം കരുത്ത് വേണ്ടത്. BMW അറിഞ്ഞു തന്നെയാണ് അങ്ങനെ ഒരു സിസ്റ്റം ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പവർ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 7750 RPM 136 bhp ആണ് ഇതിൻ്റെ കരുത്ത്. ടോർക്ക് 6500 RPM 143 Nm ഉണ്ട്. ട്രാൻസ്മിഷൻ 6 സ്പീഡ് തന്നെയാണ്. ഫൈനൽ ഡ്രൈവ് ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലോ, ഷാഫ്റ്റാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലെ സസ്പെൻഷൻ ടെലിലിവർ സസ്പെൻഷനാണ് മുന്നിലുള്ളത്, പുറകിൽ പാരാലിവർ സസ്പെൻഷൻ. ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൻ്റെ എല്ലാം പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങും ട്രാക്ഷനും എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ച റൈഡ് മോഡ്സ്, 4 റൈഡ് മോഡ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, കസ്റ്റമൈസ് ചെയ്യാവുന്ന റൈഡ് മോഡ്സ് ആണ് ഇതിലെല്ലാം ഉള്ളത്. പിന്നെ
ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. കൂടുതൽ പറയേണ്ടതല്ലോ, ടയർ പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം വരെ ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ ഇതേപ്പറ്റി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. നമുക്ക് വിശദമായിട്ടൊരു ടെസ്റ്റ് റൈഡ് കുറച്ചുകൂടി നല്ല ടെറൈനുള്ള ഒരു സ്ഥലത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. BMW നമുക്ക് അതിനുള്ളൊരു അവസരം തരുമെങ്കിൽ അതും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുറച്ച് റോഡ് ടെസ്റ്റ് മാത്രം ചെയ്യാം. ഒന്ന് ഓടിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ BMW R1250 GSൻ്റെ ടെസ്റ്റ് റൈഡാണ് നമ്മളിപ്പോൾ നടത്തിയത്. ഈ യാത്രയിലുടനീളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വാഹനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചാനലിൽ അവതരിപ്പിക്കുന്നതാണ്. ക്ലാസിക് വാഹനങ്ങളും പഴയ വാഹനങ്ങളും മാത്രമല്ല, ഇതുപോലെ ഇടയ്ക്ക് സൂപ്പർ ബൈക്സും അതുപോലെ തന്നെ അഡ്വഞ്ചർ ബൈക്സും അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമ്മളിതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. സമയപരിമിതിയാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അത് ഒന്ന് മറികടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ധാരാളം വാഹനങ്ങൾ അവരുടെ വീഡിയോസും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും എത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സഹകരണങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് പുതിയ വീഡിയോസ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വാഹനമായി വരുമ്പോഴേക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.